ലക്ഷ്മി പ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണ് എന്ന് പറയുകയും ചെയ്തു. അത്ത ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തന്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ചേച്ചിക്ക് നമ്മളൊരു കാര്യം പറയണമെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. ഞങ്ങൾ ഏതാനും ദിവസം മുമ്പ് ഞങ്ങളുടെ അസോസിയേഷൻ, അതായത് നമ്മുടെ ഈ ലക്ഷ്മിപിള്ളയുടെ ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബിഗ് ബോസ് ഓർമ്മ വന്നു. ഓക്കെ, ജസ്റ്റിസ് ഫോർ അൻസിബ എന്നും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേ. ഇപ്പോൾ തന്നെ ഇട്ടോ, ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് കമൻറ്റ് ഇടുക. പിന്നെ ഈ യക്ഷി പ്രിയെ വെറുക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കുക. കൂട്ടത്തിൽ നിന്ന് തിങ്കളാഴ്ച എനിക്കൊരു ഹൈപ്പ് എല്ലാവരും തന്നേ പറ്റത്തുള്ളൂ. എല്ലാവരും ഹൈപ്പും തരിക, പരമാവധി വിഷയം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം സപ്പോർട്ട് അൻസിബയ്ക്കാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം അൻസിബയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ അതുപോലെ PR വർക്കുകളും കാര്യങ്ങളും നടത്താനുള്ള പ്ലാനിങ് നടത്തി അതിനുവേണ്ടി ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് ആ ഇൻ്റർവ്യൂവിനകത്താണ് ഇല്ല റൂമിനകത്ത് അൻസിബ ഉണ്ട്, അൻസിബയുടെ കൂടെ ഒരു കാമുകനുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുണ്ട്. ഇതൊക്കെ ചേച്ചി വന്നിട്ട് പൊലിപ്പിച്ച് അങ്ങ് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നീന കുറുപ്പുമായിട്ടുള്ള കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് ബിഗ് ബോസ് ഓർമ്മ വന്നേ. എടാ റിയാസ്, എടാ മോനെ, എടാ റിയാസേ, നിന്നെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാടാ. അതിനൊരു അരമണിക്കൂർ മുമ്പ് അവൻ്റെ തന്തയ്ക്ക് തള്ളയ്ക്ക് ഇരുന്ന് വിളിച്ചവളാ. മുമ്പത്തെ ദിവസം അതേ തെറിയനെ വിളിച്ച ആളാണ്. കാരണം അവൻ പറയുന്ന ഓരോ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ശരിക്കും കൊണ്ടായിരുന്നു. അവസാന തടവ് കെട്ടിപ്പിടിച്ചങ്ങ് കരയുക. മോനെ, നിന്നെ എനിക്ക് ഭയങ്കര സ്നേഹമാടാ, എല്ലാവരെക്കാളും എനിക്ക് നിന്നെയാണ് ഇഷ്ടം. റോബിനുള്ള സമയത്തും അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വേറെ കാര്യങ്ങൾ. അപ്പം അവസരത്തിനൊത്ത് മാറാൻ ചേച്ചി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് വേറെ കാര്യം. ചേച്ചിയുടെ ഒരു കഴിവാണ് അത്. നമ്മൾ ആരെങ്കിലും ഡിഫെൻഡ് ചെയ്യും എന്നറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി പ്രിയ അപ്പാങ്ങ് കരയും. എല്ലാവരെക്കാളും സ്നേഹം ചേച്ചിക്ക് നിന്നോടാടാന്നും പറയും. എനിക്കിപ്പോഴും ഓർമ്മ വന്നു. ഇത് ഇപ്പം അമ്മയുടെ ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞായിരുന്നല്ലോ, അൻസിബയ്ക്ക് എല്ലാവർക്കും ഒരു അവസരങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തില്ല. അതിന് തൊട്ട് മുമ്പ് ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ ആ കരച്ചിൽ കണ്ടിട്ട് നമുക്കൊന്ന് വരാം. കര ചേച്ചി, കര. അതേ എക്സ്പ്രഷൻ ആ ബിഗ് ബോസിൽ കണ്ട അതേ എക്സ്പ്രഷൻ എല്ലാം ഇങ്ങനെ ഒപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ തുടച്ചിട്ടൊരു പോക്കുണ്ട്. എൻ്റെ പൊണ്ണിനെ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒപ്പിച്ചു തരാം. എൻ്റെ പൊന്നോ, ഉള്ള എൻ്റെ ലക്ഷ്മി പ്രിയ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണ് ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനേ ഇരിപ്പുണ്ട്. ഇവരിനി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് 18ൻ്റെ പണി കിട്ടുന്നവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ന്യൂസിൽ വരുന്നതാണ് ശരി. ഇവിടെ സത്യാവസ്ഥ നമ്മളെപ്പോലുള്ള റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ഒരാളും ഈ പറയുന്ന അൻസിബയെ കുറ്റം പറയുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന പുച്ഛിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരും കൂടെ കേൾക്കുക ചെയ്താൽ ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി? അൻസിബ. ഓക്കെ, അപ്പോൾ നമുക്കിനി വിഷയത്തിലോട്ട് വരാം. നമ്മുടെ ആലപ്പുഴ അഷ്റഫിനെ വിളിച്ച സമയത്ത് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വെക്കാം. പിന്നെ യക്ഷിപ്രിയയുടെ ഹസ്ബൻഡ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. അപ്പം മറക്കണ്ട, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തോ, ലൈക്ക് ഹൈപ്പും കൊടുത്തേക്കുക. ലക്ഷ്മി പ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ഇക്കയോട് ഈ വിവരം ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച വിവരമാണെന്ന്. അപ്പോൾ ലക്ഷ്മി പ്രിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശയ്ക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. അപ്പം നമ്മുടെ അൻസിബ പ്രതികാരം വീട്ടിയതാണെന്ന് ഇപ്പം ഏകദേശം ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അല്ല, അയ്യോ, എല്ലാവരും പറയുന്നത് എന്തിനാ ഡാനി ഇടയ്ക്കിടെ ഈ കണ്ണാടി വരുന്നത്? ഇപ്പോൾ സത്യം പറയുമല്ലോ കഴിച്ച് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് ഈ ഒരു സാധനം വെക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഡോക്ടർ വെക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വെക്കുന്നത്. ചെറിയൊരു കാഴ്ചക്കുറവൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാനാ, പ്രായമായിട്ട് വരുമല്ലേ. അപ്പം ഇനി മുതൽ കൈ കെട്ടി തന്നെ നിൽക്കാം. കുറേ ആൾക്കാർ പരാതി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഹോട്ടലിൽ ഈ പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും പറയുന്നൊന്നുമില്ല. അദ്ദേഹം ലക്ഷ്മി പ്രിയയും 4 മണി സമയം 5 മണി സമയത്ത് അങ്ങോട്ട് ചേച്ചി അങ്ങോട്ട് കാണുകയൊക്കെ ചെയ്ത് അയാളുടെ ആധാർ ചോദിച്ചു, അയാളുടെ മറ്റേത് ചോദിച്ചു, മറിച്ചതൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ. അത് ഈ അടുത്ത സമയത്താണ് വന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ലക്ഷ്മി പ്രിയയ്ക്ക് ഈ മെസ്സേജ് അയക്കുന്നതിന് മുമ്പുള്ളൊരു വിഷയമാണ് ഈ ഒരു സംഭവം. എനിക്ക് തോന്നുന്നു ഈ അൻസിബ ചിലപ്പോൾ ഇവർക്ക് മെസ്സേജ് അയച്ചു കാണും, ചേച്ചി ഇതെന്താണ്, കാരണം അന്ന് ദുബായിൽ പോയപ്പം
ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവള് കണ്ട്, നമ്മൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് ഇവള് ചോദിച്ചത്. കാരണം ഓൾറെഡി ഈ പറയുന്ന അൻസിബ ഉപദേശിച്ചായിരുന്നല്ലോ ചേച്ചി 5 മണി സമയം 6 മണി സമയം ഒരാളൊക്കെ വീട്ടിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ 2 മണി സമയത്തൊക്കെ രാത്രി ഒരാൾ വീട്ടിലും റൂമിലും ഒക്കെ ഉള്ള കഥകളൊക്കെ ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ. അത് തന്നെ സംഭവം. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കാം ചേച്ചി ഭയങ്കര കുലസ്ത്രീ ചമഞ്ഞായിരുന്നു. ഇവള് ചോദിച്ചു കാണുമായിരിക്കും, ആദ്യം സ്വയം നന്നാവുന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഇവള് ചോദിച്ചു കാണും. അങ്ങനെയൊന്നും ചോദിച്ചില്ല, ഇവള് ജസ്റ്റ് ചോദിച്ചു ഇതെന്താ ചേച്ചി എന്ന് മാത്രമേ അവൾ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ശരിക്കും ചേച്ചിക്ക് അങ്ങ് കൊണ്ട് അതങ്ങ് കൊണ്ട് സംഭവം. പക്ഷേ പേഴ്സണൽ എന്തായാലും ഹസ്ബൻഡിനൊന്നും മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല, അതൊക്കെ ചുമ്മാ തട്ടി വിടുന്ന കേസ് കേട്ടുകളൊക്കെ തന്നെയാണ്. ഇവരോടൊന്നും ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ആ മെസ്സേജാണ് ഹസ്ബൻഡ് കണ്ടെന്ന് പറയുന്നത്. ഹസ്ബൻഡ് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു എന്നുള്ള രീതിയിൽ ഹസ്ബൻഡുമായിട്ട് പൂര വഴക്ക്, ഹസ്ബൻഡിൻ്റെ പേര് കൊണ്ട് കേസ് കൊടുക്കുന്നു, മകളുടെ പൈസ തട്ടിയെടുക്കാൻ നോക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കേസ് കെട്ടുകൾ ഇവരുടെ പേര് കിടപ്പുണ്ട്. പിന്നെ ഇവരിപ്പോൾ ഒന്നായതെന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ ആലപ്പുഴയിലെ കേസ് കെട്ടുണ്ടല്ലോ, 20,16,000 രൂപ ഒരു ഡയറക്ടറിൻ്റെ ഒരു പ്രൊഡ്യൂസറിൻ്റെ തട്ടിയെടുത്തതിൻ്റെയൊക്കെ അതിൻ്റെ വിഷയത്തിലാണെന്ന് തോന്നുന്നു ഇവർ കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ രണ്ടുപേരും കുടുങ്ങുകയും. ഓക്കെ, എന്തായാലും സാറ് പറ. എന്തായാലും അവൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ, എന്നിട്ട് അവൾ മിണ്ടാതിരുന്നത്. കാരണം ചേച്ചിക്ക് എന്ത് തോന്നിയാസം ആവാം, ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ കാണിച്ചാൽ അത് പൊക്കി പിടിച്ചോണ്ട് വരും, നമ്മൾ കുലസ്ത്രീ ജമയും ചെയ്യും. അതായിരിക്കാം ചിലപ്പോൾ സത്യാവസ്ഥ. ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരെ പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ച് പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും ഒരു മെസ്സേജ് കണ്ടെന്നും പറഞ്ഞ് പട്ടിയെ പോലെ തല്ലുപോകും. അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് കാണണ്ടേ? എന്തായിരിക്കും അതിനകത്തുള്ളത്? എന്തായിരിക്കും അതിഥി? എന്തായിരിക്കും ആ സംഭവം? എന്തായിരിക്കും ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിൻലാലിനെ വിളിച്ചു വരുത്തി അവരുടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്നാണ് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞത്. ഓഹോ, അപ്പം മിഥുൻ രാജ് അവിടെയും വന്നായിരുന്നു. ചേച്ചി അതൊക്കെ വന്നിട്ടാണ് എൻ്റെ ജീവിതം തകർത്തില്ലേ, ഇനി അവിടെയും കൂടെ തകർക്കാമെന്നുള്ള രീതിയിലാണ് ചേച്ചി കളിക്കുന്നത് മൊത്തം. ആദ്യം ആരാണ് ചേച്ചി ഈ പറയുന്ന അൻസിബയുടെ കാര്യം സോഷ്യൽ മീഡിയ വന്നിട്ടത്? പറ. എല്ലാവരും ഇപ്പോൾ അൻസിബയെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ അൻസിബയെ നല്ല രീതിയിൽ കുറ്റം പറയുന്നുണ്ട്. ചില യൂട്യൂബേഴ്സൊക്കെ വന്ന് അൻസിബയെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അന്ന് റൂമിലത്തെ കേസ് കേട്ട് ചേച്ചി വലിയ കുലസ്ത്രീയും ആധാർ കാർഡൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തല്ലോ. അതേ ചേച്ചി എന്നെ ദുബായിൽ പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവൾ കണ്ടപ്പോൾ ഇവൾ ചോദിക്കുകയും ചെയ്തു, ഇതാണ് സംഭവം. പക്ഷേ ഇത് ഭർത്താവ് അറിഞ്ഞ് ആകെ പല സീനായി. ചേച്ചി മൊത്തത്തിൽ 3G ആ ഒരു വിഷയമാണ് ജാതി മതം മറ്റേത് മറച്ചത് ഇപ്പോൾ കിടക്കുന്ന അമ്മ സംഘടന അടിച്ച് വരെ പിരിവെങ്ങാണ്ട് ചെയ്ത്. അവിടെ മുസ്ലിം ഇസ്ലീം എന്തൊക്കെയായിരുന്നു അമ്പം ബില്ല് മലപ്പുറം കത്തി. എന്തായാലും സാറ് പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് വെക്കാം. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണ് എന്ന് പറയുകയും ചെയ്തു. അതപ്പോഴത്തെ സ്പോട്ടിൽ തന്തയ്ക്ക് വിളിക്കണമായിരുന്നു. ഞാനായിരുന്നു അവളൊക്കെ തന്തയ്ക്ക് വിളിച്ചേനെ. ഞാൻ ഉള്ളായിരുന്നു തുറന്ന് പറയാലോ. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തീവ്രവാദി ജാതി മതത്തിന്റെ പേരും പറഞ്ഞ് ഇവളെ പോലുള്ള കുലസ്ത്രീ ചമഞ്ഞ് നടക്കുന്ന ഓരോ അവൾമാർക്കും ഇതൊരു പാഠമാണ് പറയണമായിരുന്നു. സ്പോട്ടിലാണ് തന്തയ്ക്കാനെ വിളിക്കണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരെ പോലുള്ള കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ആൾക്കാരെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യരുത്. നാണം കെട്ട വർത്താനം പറയുന്ന ഒപ്പം തന്നെ വിളിക്കണമായിരുന്നു നിങ്ങൾ. ഞാൻ വല്ലായിരുന്നു സ്പോട്ടിൽ വിളിച്ചേനെ തന്തയ്ക്ക്. നാണമില്ലാത്ത വർഗങ്ങളൊക്കെ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയിൽ കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ ആ സഹതാപം ഇല്ലാതായി. അൻസിബയെ കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു. ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകളുണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് അവരാ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ അത് മാത്രമല്ല ഗൈസ്, അന്നത്തെ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു അക്ഷരം മിണ്ടിയില്ല. കാരണം അവർക്ക് 18ന്റെ പണി അവിടെ കിട്ടിക്കഴിഞ്ഞു. ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇതുപോലുള്ള വർഗ്ഗങ്ങളെ ഒന്നും സ്ഥാനാർത്ഥിയായിട്ട് പോലും നിർത്തുകയൊന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ കേരളത്തിലാണ്. എന്തായാലും ഇവിടെ ഇലക്ഷന് നിൽക്കാൻ ഞാൻ നിന്നായിരുന്നെങ്കിൽ ഇതിനേക്കാൾ 8ന്റെ പണി കിട്ടിയാനെ. ഉള്ള കാര്യം പറയാലോ. എന്തിന് വോട്ടർ ID പേര് പോലും ഇല്ല, അതുപോലും ചേർക്കാൻ സമയമില്ല. എന്നിട്ട് വലിയ നന്മമരം കളിക്കാൻ നടക്കുന്നു. മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. സത്യം. ഇനി നമ്മുടെ ശാന്തപിള പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇന്നത്തെ അയാളുടെ ഒരു വീഡിയോ വന്നപ്പോൾ അതിൻ്റെ അവസാനം പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആരും സ്കിപ്പടിച്ച് പോകരുത്. ഇനി നമുക്ക് ചേച്ചിയുടെ ഹസ്ബൻഡ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പറയാനുണ്ട്. അതും കൂടെ വെക്കാം കേട്ടോ. ഒരു യുവ നടിയെ തോൽപ്പിക്കാനായി അവരുടെ മുറിയിൽ മിഥുൻ രാജ് വന്നു. വെളുപ്പിന് 4 മണിക്ക് ഞാനത് കണ്ടു. പിന്നെ ഞാൻ അവർക്ക്
മദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അവളത് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ വാചമടിക്കുന്ന കണ്ടപ്പോ ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തന്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക് മദ്യം. അപ്പൊ ഇവള് വെള്ളവാടിക്കാരിയാണെന്ന് മനസ്സിലായി. ഞാൻ 4 മണിക്ക് അവളുടെ റൂമിൽ ചെന്നപ്പോൾ മിഡിൽ രാജ് അവളുടെ റൂമിൽ ഇരിക്കുന്നു. അല്ല, പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ? അപ്പോൾ ഇവളും വെള്ളമടിക്കാരിയാണല്ലോ. എടേ, പുള്ളിക്കാരി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. ആൾക്കാരുടെ മുമ്പ് വെച്ച് കിളിസ്ത്രീ അല്ലാത്തപ്പം വേറെ ഡ്യൂട്ടിക്ക് പോയിട്ട് പോയതായിരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവർക്ക് പോലീസിന്റെ ചുമതല ഉണ്ടോ വല്ലവരുടെ റൂമിൽ 4 മണിക്ക് റെയ്ഡ് നടത്താൻ? വന്ന വഴിയൊക്കെ മറക്കുക ചേട്ടാ. ചേട്ടൻ അതൊക്കെ നാല് എന്ന് പറയാൻ തനിക്കതിനുള്ള എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഈ പറയുന്ന നവോത്സവം ചിന്തിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ചേച്ചി ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് മറുപടിയായിട്ട് എച്ചിപ്രിയയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരനാണ് നമ്മുടെ ഈ പറയുന്ന യൂഷ്വൽ സൈക്കോളജി ചാനലിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പൊന്ന് ചേട്ടാ, ഞങ്ങളെപ്പോലല്ല, മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അയാൾക്ക്. പുള്ളി ഡേഞ്ചറാണ്. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് അതിലോട്ട് വല്ല ഘടിപ്പിക്കുന്നില്ല. നിങ്ങളെ ഇത് ഓൾറെഡി എല്ലാവരും കണ്ടു കാണുന്നറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് വെക്കാവേ. ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? അതെ 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 അതെ, നിങ്ങൾ തന്നെയാണ്. എന്തായാലും ചേച്ചി ഇതൊക്കെ പേഴ്സണലി വിളിച്ച് പറയേണ്ട കാര്യങ്ങളായിരുന്നെന്നാണ് ഇപ്പോൾ ഹസ്ബൻഡ് പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ചേച്ചി ആ ഒരു സാധനം കൂടി ഇട്ട് പടപടലും പോയി. അതാണ് സത്യത്തിലാണ്. അപ്പം അണ്ണന് ഭാര്യയെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് പറയുന്നതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. എന്താണ് സംഭവം എന്നൊക്കെ. ഇപ്പോൾ ഭാര്യയൊക്കെ ഇടിക്കാറുണ്ടോ? തൊഴിക്കാറൊക്കെ ഉണ്ടോ? അതൊന്നും വേണ്ട കേട്ടോ. ഒന്നില്ലെങ്കിൽ അവർ പാവമാണ്, ഒരു കുലസ്ത്രീയാണ് കേട്ടോ. പാവം കിട്ടും. തീർച്ചയായിട്ടും ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആവശ്യമില്ല. ചേച്ചി അതിനെ പറ്റി ഒന്നും വിചാരിക്കാൻ ചേച്ചി കുറ്റപ്പെടുത്താനോ ചേച്ചി വിഷമിപ്പിക്കാനല്ല വന്നത്. ചേച്ചി ഇന്നും എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ചേച്ചി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മനസ്സിൽ ചേച്ചി വലിയ ഇപ്പം തന്നെയാണ്, വലിയ വിദ്യാലയം തന്നെയാണ്. ചേച്ചി അത്രയ്ക്ക് ടാലൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ചേച്ചി എന്തിനാണ് നമ്മൾ വീഡിയോ ചെയ്തത്? അപ്പോൾ ചേച്ചി ഒരു വീഡിയോ എന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ ചേച്ചി ഫോൺ വിളിച്ചിട്ട് പറയുന്നു. അപ്പോൾ ചേച്ചി ഒരു വീഡിയോ തന്നെ ചേച്ചി ട്രൈ പക്ഷേ കിട്ടിയില്ല. എനിക്ക് നമ്പർ മാറി തോന്നുന്നു, എൻ്റെ നമ്പർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരും പറയുന്നത് അത് നമുക്ക് പ്രശ്നമല്ല. നമ്മൾ കണ്ടുപോയില്ലാത്ത ആൾക്കാർ, കേട്ടുപോയില്ലാത്ത ആൾക്കാർ വെറുതെ പ്രൈമറിലോ സിനിമയിലോ സീരിയലോ ടി വിയിലോ കണ്ടുള്ള പരിചയം വെച്ച് മാത്രം നമ്മളെ വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ അത് നിർത്തിയോളം നമുക്കറിയാം. പക്ഷെ അവരുടെ ഇടയിലേക്ക് ചേച്ചി പോലെ അടുത്തയും ഫാമിലിയായിട്ട് ബന്ധത്തോടെ വന്നിട്ട് ലക്ഷ്മിപ്രിയ, ഞാൻ ലക്ഷ്മിപ്രിയോട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടാൻ ഇഷ്ടമില്ലാത്തതാണ്. പെണ്ണുകളായി പെണ്ണുകളുടെ കാര്യമല്ലേ? അല്ലെങ്കിൽ ഒരു നല്ലൊരു സാരി കൊണ്ടെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല സാരി കൊടുക്കാത്ത പെണ്ണിനെ അവരോട് ദേഷ്യത്തും ദേഷ്യം നല്ല അസുഖം. അവിടെ സാരിയല്ലേ, ഇവിടെ മേക്കപ്പ് ഉണ്ട്, അവിടെ ഇത്രയും മുടി ഉണ്ട്, ഇത്രയും മുടി കൊണ്ടിങ്ങനെ അത് കട്ടി വെച്ച് ഇവിടെ പോകാൻ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയാം. പെണ്ണുങ്ങൾക്ക് അസുഖം കുറിച്ച് പറയാൻ ചെറിയ സമയത്ത് ആണുങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്നാൽ ഷർട്ട് ഭയങ്കര ഇഷ്ടമുള്ള കിട്ടുന്നത് ഭംഗിയുണ്ട്, നീ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായിരിക്കും. പഴയ പോലെ അല്ല, ഇങ്ങനത്തെ ഡ്രസ്സ് കൊണ്ട് നീടാനായിട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ആൺകുട്ടികൾ. അതിനകത്ത് കുശുമ്പന്മാർ കാണുമോ അറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അത്രയും പിള്ളേരെ അസുഖം കുശുമ്പന്മാർ അത്രയും. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ ചേച്ചി പെടുന്നില്ല. ചേച്ചിക്ക് സാധാരണ ഒരു പരിചയം, ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു ബന്ധുവിനെ പോലെ തന്നെയാണ് ലക്ഷ്മി ചേച്ചി. എത്രയോ വർഷമല്ലേ, ഒരു 30-35 വർഷമായിട്ടുള്ള ബന്ധം ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി ഇതിൻ്റെ പേരാണ് ചേച്ചി. ചേച്ചിക്ക് കേൾവി മാത്രമുള്ള കാര്യമാണ്. അപ്പോൾ ചേച്ചി വന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കാം നമ്മൾ എന്താണ്. ഇതിനു മുമ്പ് ചേച്ചി വിളിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ലക്ഷ്മിയെ ഇത്രയും ആളുകളിട്ട് പൊരിച്ചപ്പോഴും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് വീഡിയോസ് വന്നപ്പോഴും അത് ചേച്ചി ഒന്ന് വിളിച്ചിട്ട് എന്താണ് ഉള്ളത്, കാണും നമ്മൾ എന്താ പ്രശ്നം, അല്ലെങ്കിൽ ചേച്ചി പോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഇതാണ് ഇത്രയുള്ള കാര്യം എനിക്ക് വളരെ അറിയാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തൊരു വാക്ക് ചേച്ചി പറഞ്ഞില്ല. ചേച്ചി ഇപ്പോൾ വന്ന പറഞ്ഞത് ആരാണോ ഇതിനകത്ത് മറ്റൊരു പ്രതി, ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. അതിന് അതിന്റെ പേരിൽ ലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ട് എന്നെപ്പറ്റി മോശം പറഞ്ഞു, എൻ്റെ പേരെടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങനെ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഇഷ്ടമില്ലാത്ത കാര്യം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതാണ്. നമ്മളിപ്പോൾ എവിടെ നല്ല സന്തോഷം നോക്കാൻ ഒരു വ്യക്തിയാണ് ഞാൻ. സ്വന്തമായിട്ട് ചേച്ചി ഒരു പ്രശ്നം വന്നപ്പോൾ ചേച്ചി ഒരാളെ യൂട്യൂബറുടെ വീട്ടിൽ കയറി ചെന്നു. വേറൊരു കുട്ടിയും സഹായിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പേര് പറയുന്നില്ല, ഞാൻ അവിടെ എന്നോട് വിരോധം വേണ്ട, എല്ലാവരും കണ്ട വീഡിയോ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കരിമില്ലായിട്ട് മുഖത്ത് വിളിച്ചിട്ട് അയാളെ തല്ലി ചീത്ത വിളിച്ചു. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാണ്, ആ കുട്ടി ലക്ഷ്മി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയിൽ ചെന്ന് ഭർത്താവിനോടൊപ്പം കോടതിയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പൊതുസമൂഹത്തിൽ ഇത്രയും മോശമാകുന്ന ആൾക്കാർ എന്തെല്ലാം നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ചേച്ചി പറയുന്നത്. പക്ഷേ അങ്ങനെ ചേച്ചി തോന്നിയെങ്കിൽ ചേച്ചി ഞങ്ങൾ പേഴ്സണലി വിളിച്ച് ചേച്ചി കാര്യം ചോദിക്കാൻ പറയാൻ ചേച്ചി ഒരു വേണ്ടിയില്ല. വേണ്ട, കണ്ണാടി അവിടെ ഇരിക്കട്ടെ. എന്തായാലും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ഇത്രയെങ്കിലും വന്ന് പറഞ്ഞല്ലോ. ഞാൻ കൂടുതലൊന്നും അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പോകുന്നൊന്നുമില്ല, ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ.
കാരണം കേട്ട് 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 അദ്ദേഹം കൂടെ ഇനി ഇല്ലാണ്ടാവാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ചേട്ടാ, ആ പെണ്ണിന് നീതി കിട്ടണം, അത്രേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. പിന്നെ ആ ഒരൊറ്റ മെസ്സേജ് കാരണം ചേട്ടൻ്റെ ഭാര്യ എടുത്തിട്ട് ചാമ്പ്യൻ എന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ഭാര്യ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഒരു ആണിൻ്റെ പെയിൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആ മനുഷ്യനെ ഞാൻ കുറ്റം പറയാൻ പോകുന്നില്ല ഈ ഒരു കാര്യത്തിലാണ്. ഏത് കാര്യത്തിലാണ്? ഈ കാര്യത്തിൽ ഞാൻ കുറ്റം പറയാനൊന്നും പോകുന്നില്ല. പിന്നെ അദ്ദേഹം വന്ന് കമൻറ്റ് ഇട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആ അമ്പലപ്പുഴ കേസ് കെട്ടിൻ്റെ ഒരു ഇതിലാണ് വന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്ത യൂഷ്വൽ സൈക്കിൾ ചാനൽ ഇച്ചിരി ഭീഷണിയൊക്കെ മുടക്കുന്ന പോലെ. ആ പരിപാടിയൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. നമുക്കും അറിയാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ചുമ്മാ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോൺ അടിക്കുകയെന്ന് വിചാരിക്കേണ്ടത് തെറ്റി. നമുക്കും ഉണ്ട് ആൾക്കാരൊക്കെ. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. അത് വേറെ കാര്യം എന്ന് വെച്ചാൽ അത് കോൺഫിഡൻസ് വെച്ചിട്ട് കൂടുതലായിട്ടും അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് സിമ്പതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ആട്ടുന്നുമില്ല. ഇനി ചേച്ചിയുടെ വേറൊരു ക്ലിപ്പ് കടന്ന് ഓടിക്കൊണ്ടിരിക്കുക. ക്ലിപ്പെന്ന് പറഞ്ഞാൽ വീഡിയോ ഞാൻ വെച്ചുതരാം. എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. ഞങ്ങൾ ഏതാനും ദിവസം മുമ്പ് ഞങ്ങളുടെ അസോസിയേഷൻ, അതായത് അമ്മ ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര താരങ്ങൾ എല്ലാവരും ചേരുന്ന സംഘടനയാണ് ഞങ്ങളുടേത്. അമ്മ എന്നാണ് പേര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം തീർച്ചയായും ഇത് അമ്മമാരുടെ ഷോ ആയിരിക്കണം എന്ന് ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ ഇപ്പോൾ പറയുന്നത്. പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം ഇപ്പം മൊത്തത്തിൽ പേരും എല്ലാവരും പെണ്ണുങ്ങളായതുകൊണ്ട് അമ്മമാർക്ക് പ്രാധാന്യം വേണമെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അമ്മമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന മരുന്ന് വരെ ആ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അവിടെ നിന്നായിരുന്നു നല്ല രീതിയിൽ മരുന്നും കാര്യങ്ങളും ഏറ്റവും വില കുറവില്ല. അത് മാറ്റിയിട്ട് വേറെ ഏജൻസിയിലൊക്കെ പോയി കമ്മീഷൻ കിട്ടുവേ. അമ്മമാരോട് സ്നേഹമുള്ളൊരു പൊത്തറി, എൻ്റെ അമ്മമാരെ നോക്കണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ പഠിച്ച തിരുവാതിരയാണത്. ഞങ്ങൾ കിഡ്നി റിമൂവ് ചെയ്ത നമ്മളുടെ ഒരു കാലത്ത് മലയാള സിനിമയിലെ മിന്നുന്ന താരമായിരുന്നു. നമ്മളെല്ലാം ഒരുപാട് കോരിത്തെറിപ്പിച്ച വിചിത്ര ആന്റി അങ്ങ് അറ്റത്ത് നിൽപ്പുണ്ട്. ഇപ്പുറത്ത് രമാദേവി, ഇപ്പുറത്ത് നമ്മുടെ ബിന്ദു വരാപ്പുഴ ചേച്ചി, നമ്മുടെ രഞ്ജിനി ചേച്ചി, നമ്മുടെ അഞ്ചു അരവിന്ദ് നൃത്യങ്ങളുടെ വൈവിധ്യം കൊണ്ട് കലാതിലകമായിരുന്നു. തമിഴ് സിനിമാ ലോകം പിടിച്ചടക്കിയ നമ്മുടെ അഞ്ചു ചേച്ചി, അതുപോലെ കൃപ, കുട്ടിക്കാലം മുതൽ നമ്മുടെ മുന്നിൽ വളർന്ന ആർട്ടിസ്റ്റാണ് കൃപ. നമ്മളെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ബീന ചേച്ചി, ഒരുപാട് ചലച്ചിത്രങ്ങളിൽ നായികയായിട്ടുള്ള നമ്മുടെ രൂപശ്രീ, തമിഴും തെലുങ്കുമാണ് ഏറ്റവും കൂടുതൽ രൂപ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ, എന്നെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും സിനിമയിലുണ്ടോ യക്ഷിപ്രിയ? യക്ഷിപ്രിയല്ലോ, യക്ഷി തന്നെ. നമ്മുടെ നാട്ടുകാരി എന്ന തൈക്കാട്ടപ്പന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന നമ്മുടെ ഭാഗ്യവതിയായ പ്രിയങ്ക ചേച്ചിയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വാതിൽ തുറന്നത്. അതുപോലെ കുട്ടിക്കാലം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സജിത ബേട്ടി, നമ്മുടെ ഷബ്ര ആന്റി ഒരുപാട് സിനിമകളുണ്ട്. നസീസാന്റെ കാലം കൊണ്ടുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കി അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടാ. ഞാൻ മനസ്സിലാവും അവരൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് എന്താവുന്ന ദൈവത്തിന് അറിയാം. മഹാദേവൻ കാക്കും. പിന്നെ മഹാദേവൻ കാക്കും. നേരത്തെ എന്തായിരുന്നു? ഓക്കെ ഗൈസ്. അപ്പം മൊത്തത്തിൽ അടപടലം 3G ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ പുതിയ കഥകളൊക്കെ ആയിട്ട് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പെണ്ണിനെ എങ്ങനെയായാലും തകർക്കാനേ നോക്കത്തുള്ളൂ. അതിന് ഏതറ്റം വരെ പോകാനും ഒരു റെഡിയാണ്. എന്തിന്? വീട്ടിലുള്ള സ്വന്തം അച്ഛനെ വരെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ച കുറേ ആൾക്കാരുണ്ട്. ടീനിയണ്ണൻ ജാതിയുടെയും മതത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് ഈ അവൾ മത തീവ്രവാദിയാന്നൊക്കെ എടുത്ത് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അവർ ചെവി കേട്ടതാണ്. അവരെല്ലാം വന്നിട്ട് ഇവർക്കെതിരെ സംസാരിക്കുമ്പം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ ഈ വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബൈ, ടേക്ക് കെയർ.